നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴവും തേങ്ങയും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് പഴം വിളയിച്ചത്. അതിനായി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴമാണ്. പാൻ ചൂടായതിന് ശേഷം നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നല്ലോണം വഴറ്റി കൊടുക്കണം ഇത്. അതിനുശേഷം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ലോണം സെറ്റായി വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമും ഈന്തപ്പഴമാണ്. ഇത് ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ഒരു മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം 1 കപ്പ് ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇതിലേക്ക് ചേർത്തിട്ട് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്.